പഴയ പഴയ പോലെ ആളുകൾ പുസ്തകം കേട്ടിട്ട് പോകും. എന്നാൽ ഈ തീ കൂടെ ഉണ്ടെങ്കിൽ കത്തിക്കാൻ പറ്റും. നമ്മൾ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നാലേ ചിലരെ അവിടെ എത്തിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒരു സ്റ്റേജിൽ എത്തിയാലേ ചിലരെ കൊണ്ടെത്തിക്കാൻ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവർക്ക് നീടിയുണ്ടെങ്കിൽ എത്തി. അതുകൊണ്ട് സ്വന്തം പലതും കാറ്റും എങ്കിലും തീയില്ലാത്തവർ അവരെല്ലാം ഈ പരിശുദ്ധാത്മാവിലും സ്ഥാപിച്ച് വേർപെട്ട് ആരാധിച്ചിട്ടുണ്ടല്ലോ. എത്രമാത്രം പ്രയോജനപ്പെടുന്നു ഞാൻ പലപ്പോഴും ഓർത്ത് ഇവരെ കാണുമ്പോൾ പറയാറുണ്ട്. അതിന്റെ അർത്ഥം സ്വന്തം ദൈവം വലിയ വ്യത്യാസം വരുന്നത്. നീ വിടണം. വിട്ടാൽ മാത്രമേ ദൈവത്തിന് പദ്ധതിയുള്ളവർ വിട്ടാൽ മതിയാവും. അബ്രഹാമിനെ കുറിച്ച് ചോദിച്ചാൽ ദേശത്തെ ചാർച്ചക്കാരെ പിതാമഹത്തിൽ വിട്ടു പോകപ്പെട്ട് അങ്ങനെ ചെയ്താൽ ഞാൻ എന്നെ വലിയൊരു ജാതിയാക്കും, എന്റെ പേര് വലുതാക്കും. യഥാർത്ഥമായി ഞാൻ ചോദിക്കട്ടെ, ദൈവനാമ നിമിത്തം പാരമ്പര്യങ്ങളെയോ മറ്റേതെങ്കിലും സ്വഭാവങ്ങളെ വിട്ടിട്ടുള്ള ആരെങ്കിലും താമരയിലുണ്ടോ? ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ദൈവം പുതിയ ഉയർച്ച തന്നെ പ്രാപിക്കും, കാഴ്ച പ്രാപിക്കുകയില്ല. സ്വന്തം അതുകൊണ്ട് വേറെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നവേ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നാടുകൾ അതിനായിട്ട് മുതിർന്നുള്ളൂ. സ്തോത്രം. ഈ അബ്രഹാമിന്റെ കാഴ്ചപ്പാട് മാറി കേട്ടോ. യേശുക്രിസ്തു തന്റെ മുമ്പിലുള്ള സന്തോഷത്തെ ഓർത്തപ്പോൾ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചു. അബ്രഹാമിനോട് ചോദിക്കാം, അബ്രഹാമിന് പണവും ഉണ്ടായിരുന്നു, ആങ്ങളും ഉണ്ടായിരുന്നു, വലിയ വീട് വെക്കുവാൻ. വഴിയിൽ വെച്ച് അബ്രഹാമിനെ ദൈവം ബഹുസമ്പന്നനാക്കി. വീട്ടിൽ തന്നെ 318 ചെറുപ്പക്കാരുണ്ടായിരുന്നു. അപ്പോ ആൾക്കാരും ഉണ്ടായിരുന്നു, പണവും ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ദൈവശില്പിയാൽ നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം കണ്ടപ്പോൾ പുല്ല് പറയാനിരിക്കുന്നത് വീടും വേണ്ട, ഒന്നും വേണ്ട, ടെന്റ് മതിയെന്നു. യേശുക്രിസ്തു മുമ്പിലുള്ള സന്തോഷം ഓർത്തപ്പോൾ എന്ത് ചെയ്തു? അപമാനം ലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചു. അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ എന്താ താനിങ്ങനെ ടെന്റിൽ പാർക്കുന്നത്? അത് ഞാൻ ഒരു കാഴ്ച കണ്ടു. ദൈവം ശില്പിയാൽ നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തെ കണ്ടു. അയ്യോ, എനിക്ക് അത് കണ്ടപ്പോ എനിക്ക് ഇവിടെ വീടും വേണ്ട, ഗുണം വേണ്ട, എങ്ങനെയും തലച്ചടിക്കാൻ വേണ്ടി ഒരു ടെന്റ് മതി. താൻ കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി മോശയോട് ചോദിക്കാം. ഇത് എബ്രായരുടെ 15-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലാണ് ഞാൻ പറഞ്ഞത്. 19. ഇനി എബ്രായരുടെ 15-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിക്കൂ. അവിടെ മോശയെ കുറിച്ച് പറയുന്നു. മോശ ജനിച്ചപ്പോൾ തന്നെ സുന്ദരനായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ വായിക്കുന്നത് ദിവ്യ സുന്ദരൻ എന്നാണ്. ദിവ്യ സുന്ദരൻ, ദിവ്യ സുന്ദരനായ ഒരു പയ്യൻ. ഈ കുഞ്ഞിനെ നശിപ്പിക്കട്ടെ എന്ന് വിചാരിച്ച് ഒളിപ്പിച്ചു. അവസാനം കൊണ്ട് നദിയിട്ടു. ഫറവോന്റെ പുത്രി എടുത്തു കുഞ്ഞായിട്ട് വളർത്തി. പെട്ടെന്ന് ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൈക്കൂതിൽ കഴിയുന്നത് ഇവർക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നിയില്ല. അന്നത്തെ രാജാവായ ഫറവോന്റെ മകൻ, എനിക്ക് ഈ ഇത്രയും സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല, ഈ കുഞ്ഞിനെ വളർത്തി എനിക്ക് വലുതാക്കിയാൽ മതി, ഇതെന്റെ മകനായാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കി 40 വർഷം വളർത്തി തന്റെ ബാങ്ക് ഡെപ്പോസിറ്റുകളെല്ലാം കാലാകാലങ്ങളിലായിട്ട് ഇവന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ മുസ്ലിമിന്റെ നിക്ഷേപങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായി, ട്രഷേഴ്സ്. പക്ഷെ ഒരു ദിവസം ഒരു ട്രെയിനിങ് പോയിട്ടുണ്ടായി. അദ്ദേഹം പറയുക, എന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴേ ഫറവോന്റെ പുത്രിയുടെ മകനാണ് ഞാൻ. എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട, എനിക്ക് ദൈവ ജനത്തോട് കൂടെ മതി. കാരണം പ്രതിഫലം നോക്കിയത് കൊണ്ട് പ്രതിഫലം നോക്കിയപ്പോഴും തന്നെ ജാലി ചെയ്തു. ഞാനിപ്പോ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ പദവിയിൽ, ഈ പൊസിഷനിൽ നിൽക്കണമോ അതോ എനിക്ക് ദൈവജനത്തോടുകൂടെ നിന്നാലാണോ ലാഭമെന്ന് നോക്കി പ്രതിഫലം നോക്കിയപ്പോൾ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചുകൊണ്ട് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ദൈവജനത്തിൽ കഷ്ടമൊക്കെ ഉള്ളവരാണ് ദൈവജനം എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം. ചിലരൊക്കെ കയ്പ് കാടി കുത്തുന്നവരല്ലേ. നമ്മുടെ മുഖമുദ്രക്കുള്ള സന്തോഷമാണ് കേട്ടോ. സന്തോഷിപ്പേ ഞാൻ പിന്നെയും പറയുന്നത്
യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത തനിക്ക് ലഭിച്ചു. എന്തോ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത തനിക്ക് ലഭിച്ചപ്പോൾ ലാഭമായിരുന്നതിനൊക്കെ ചേർന്നിട്ടുണ്ട്. എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നു, എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടി, അതിന്റെ ഒരു ശ്രേഷ്ഠത എനിക്ക് വെളിപ്പെട്ട് കിട്ടി, എനിക്ക് ഈ ലാഭമായിരുന്നതെല്ലാം ചേർന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കട്ടെ. യേശുവിലേക്ക് നോക്കാം. ഭാവിയെ ഓർത്ത് ഫരിസായർ 31:20 വായിക്കുന്നത്, ഭാവിയെ ഓർത്ത് അവൻ എവിടെ ദൈവസഭ ചെയ്തു. നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയിലും നമുക്കൊന്ന് നേരെയാകാം. ഭൗതികമായ നന്മകളെല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നാം ചെയ്യാതെ, നാം സന്തോഷിക്കുന്നവരായിരുന്നാൽ, നാം ക്രിസ്തു വിശ്വാസത്തിൽ നമ്മെ രൂഢമൂലമായി തീർന്നാൽ ഭൗതികമായ നന്മകൾ ഒന്നും മുടക്കുകയില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാട് ഇവിടെ നിന്നും ആ ദൈവരാജ്യത്തിലേക്ക് നീക്കണം. ആ ഭൗതികമായ കാര്യത്തേക്കാൾ ദൈവവിഷയമായ സമരത വന്നാൽ ഇതെല്ലാം സ്വാഭാവികമായി രോഗശാന്തി ലഭിക്കും, ആരോഗ്യം സ്വർഗത്തിലെ ദൈവം തരും, കുഞ്ഞുങ്ങൾക്ക് ഭാവി ഉണ്ടാകും, നന്മയുണ്ടാകും. എന്താണ് ഭൗതികമായ കാര്യം? അതെല്ലാം ദൈവം തമ്പുരാൻ നടത്തി തരും. എന്നാൽ seeking first the kingdom of God and his righteousness, മുമ്പിൽ അവന്റെ രാജ്യവും നീതിയെ അന്വേഷിപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. മുമ്പിലുള്ള സന്തോഷത്തെ ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി മരുത്തുന്നതുമായിരുന്ന ആ യേശുവിനെ നമുക്ക് നോക്കാം. ദൈവത്തെ